ദുൽഖർ സൽമാന്റെ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോൾ വാഹനം പിടിച്ചെടുക്കാനാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ദുൽഖർ സൽമാന്റെ വസതിയിൽ വാഹനമുണ്ട്. ആ വാഹനം ഭൂട്ടാനിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന വാഹനമാണോ? ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായിട്ടുള്ള DRIയുടെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ MVD ഉദ്യോഗസ്ഥരും ഇപ്പോൾ അന്വേഷണ സംഘത്തോടൊപ്പം ചേരുകയാണ്. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും കൊച്ചിയിലെ വസതികളിലാണ് റെയ്ഡ് നടക്കുന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, എന്താണ് സംഭവിക്കുന്നത്? സുജയ, ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ദുൽഖറിന്റെ വീടിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പിനെ കൂടി വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൂടി എത്താനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു, പക്ഷേ ഒരു ഉത്തരം നൽകിയിട്ടില്ല. അഥവാ ഈ നിലയിലുള്ള തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് എന്ന് വ്യക്തമാവുകയാണ് എങ്കിൽ, മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടി പരിശോധനയിൽ വ്യക്തമാവുകയാണ് എങ്കിൽ ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. വിശദമായി രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ പൂർണ്ണമായ രേഖകൾ, അതായത് നിയമപരമായി മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പിലും ഇത് ഭാഗമായിട്ടില്ല, അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിയ തേർഡ് പാർട്ടി എന്ന രീതിയിൽ ഈ വാഹനം മേടിച്ച നടന്മാർ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെങ്കിൽ മാത്രമേ അവർ സുരക്ഷിതരാകുന്നുള്ളൂ. അതല്ല എങ്കിൽ, ഈ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായും നിയമ നടപടി ഉണ്ടാകും. NOC ഉൾപ്പെടെയാണ് ഈ വാഹനങ്ങൾ ഈ നടന്മാർ സ്വന്തമാക്കിയിരിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി അത് വ്യക്തമാക്കുന്നുമുണ്ട്. 150-ലധികം വരുന്ന വാഹനങ്ങൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച് വലിയൊരു തട്ടിപ്പ് ശൃംഖല തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നതെന്ന കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാണ്. നേരത്തെ തന്നെ ആ വിവരം അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ പക്കലുള്ള ഈ വാഹനം അത് ഈ പറഞ്ഞതുപോലെ ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച് അവിടെ നിന്നും ചെറിയ വിലയ്ക്ക് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള വിലയ്ക്ക് വാങ്ങി പിന്നീട് 4-5 ഇരട്ടി തുകയ്ക്ക് മറച്ചു വിറ്റ് തട്ടിപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്ന വാഹനമാണോ എന്ന കാര്യത്തിൽ എന്തായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘമകത്ത് വിശദമായി ഈ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൂടി ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് എത്തി അന്വേഷണത്തിന്റെ പരിശോധനയുടെ ഭാഗമായിരിക്കുന്നു. സുജയ.